ലോകത്ത് കാത്തിരുന്ന യേശുക്രിസ്തുവിന്റെ ജനനത്തെക്കുറിച്ചുള്ള സത്വാർത്ത. ലോകത്തിന് പ്രകാശവും പ്രതീക്ഷയും നൽകുന്ന ദിനമാണ് ഡിസംബർ 25. ദൈവം സ്നേഹം കൊണ്ട് ഭൂമിയെ ചുംബിച്ച രാവാണ് ക്രിസ്തുമസ്. അതെ, ദൈവസ്നേഹത്തിന്റെ അവതാരമാണ്. ദൈവം നമ്മെ സ്നേഹിച്ചതിന്റെ ഓർമ്മ ദിനമാണ് ക്രിസ്തുമസ്. ക്രിസ്തു നമ്മെ കാണാനും കേൾക്കാനും നമ്മുടെ സുഖദുഃഖാനുഭവങ്ങളിൽ പങ്കുചേരുവാനും സ്വർഗം വിട്ടിറങ്ങി വന്ന ദൈവസ്നേഹത്തിന്റെ വലിയ സാക്ഷ്യം. പുൽക്കൂട്ടിൽ പറഞ്ഞ ക്രിസ്തു എളിമയുടെ പ്രതീകമാണ്. ക്രിസ്മസ് പുൽക്കൂട് എല്ലാവർക്കും കയറി വരാനുള്ള ഇടമാണ്. പക്ഷേ എളിയവരാകാതെ തലകുലിക്കാതെ പുൽക്കൂട്ടിൽ കയറാനോ ഉണ്ണിയെ കാണാനോ സാധിക്കുകയില്ല. സ്വന്തം കഴിവുകൾ മറ്റുള്ളവർക്കായി ഉപയോഗിക്കുവാനും എളിമയിൽ വർദ്ധിക്കുവാനും നമുക്ക് സാധിക്കണം. ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ, പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവയെ ശക്തമായി നേരിടുവാനും പ്രതീക്ഷയോടെ മുന്നേറുവാനും നമുക്ക് സാധിക്കണം. നിസ്സഹായരായവർക്ക്, ആരോരുമില്ലാത്തവർക്ക് താങ്ങാകാൻ, തണലാകാൻ, പ്രതീക്ഷയേകാൻ സാധിക്കുന്ന സമയം. മറ്റൊരുവന്റെ മനസ്സിലേൽക്കുന്ന മുറിവുകൾ തനിക്കായിരുന്നു എന്ന് തിരിച്ചറിയാൻ സാധിക്കുന്ന നിമിഷം. നമ്മിലൂടെ, നമ്മുടെ പ്രവർത്തികളിലൂടെ ലോകത്തിലേക്ക് പകരുമ്പോൾ നമ്മിലും ഉണ്ണി പിറക്കുന്നു. അതിനായി നമ്മുടെ ഹൃദയങ്ങളെ പുൽക്കൂടയൊരുക്കാം. 2024 ഡിസംബറിന്റെ ഈ തണുത്ത പുലരികൾ അതിന് നമ്മെ സഹായിക്കട്ടെ. ഇന്നത്തെ സുഹൃത ജപം: എന്റെ ഉണ്ണീശോയെ, എന്നെ ഇഷ്ടമില്ലാത്തവരെ സ്നേഹിക്കാൻ എന്നെ പഠിപ്പിക്കണം.